നമസ്കാരം. ആയുർവേദ ചികിത്സയിലെ ഒരു പ്രധാനപ്പെട്ട ചികിത്സാ വിഭാഗമാണ് മർമ്മ ചികിത്സ. ശരീരത്തിലെ ജീവശക്തി അഥവാ പ്രാണൻ കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധ പോയിന്റ്സുകളെയാണ് മർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആയുർവേദ വിധിപ്രകാരം 107 മർമ്മസ്ഥാനങ്ങളാണ് നമ്മളുടെ ശരീരത്തിലുള്ളത്. ഇത് ഒന്നല്ലെങ്കിൽ ഒന്നോ അതിലധികമായ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ, അതായത് രണ്ട് ബോൺസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആർട്ടറിയും ഒരു വെയിനും തമ്മിലുള്ള ഒരു കൂടിച്ചേർന്നിട്ടുണ്ടാവുന്ന ആ പോയിന്റ്സിനെയാണ് മർമ്മം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ശരീരത്തിലെ എനർജി പോയിന്റ്സുകളെയാണ് മർമ്മം എന്ന് പറയുന്നത്. ഈ മർമ്മങ്ങൾക്ക് എവിടെയെങ്കിലും ആഘാതം ഏൽക്കുകയാണെങ്കിൽ അത് നമുക്ക് വിവിധ തരത്തിലുള്ള വേദനകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ മർമ്മ പോയിന്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള വേദനകൾക്കും ഒരു ചികിത്സയാണ്. ഇങ്ങനെ മർമ്മ പോയിന്റ്സുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചികിത്സയ്ക്കാണ് മർമ്മ ചികിത്സ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മൈഗ്രെയിൻ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. മൈഗ്രെയിൻ്റെ ചികിത്സ വരുമ്പോൾ നമുക്ക് എന്തായാലും മരുന്ന് കൊണ്ടും ചികിത്സിക്കണം, അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സകളും അതിന് ആവശ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മർമ്മ തെറാപ്പിയും, അതായത് ശിരസിലുള്ള മർമ്മങ്ങൾക്ക് ഒരു സ്റ്റിമുലേഷൻ തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ പെട്ടെന്ന് ശമിക്കും. അതുപോലെ തന്നെ അലർജിക് റൈനൈറ്റിസ് വളരെയധികം പേഷ്യൻസ് കംപ്ലൈൻറ്റ് പറയുന്നതാണ്. കടുക് വറക്കുമ്പോൾ അല്ലെങ്കിൽ കറി താളിക്കുമ്പോൾ ഉള്ള പുകയിൽ നിന്ന് അലർജി ഉണ്ടാകുന്നു. അതേപോലെ തന്നെ പൊടിയടിക്കുമ്പോൾ നിരന്തരമായി തുമ്മലുകൾ ഉണ്ടാവുക, അത് കുറേ നാളത്തേക്ക് നിൽക്കുക. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മളുടെ ആയുർവേദ ചികിത്സ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മർമ്മ തെറാപ്പിയും കൂടെ ചെയ്യാം. ഈ കണ്ടീഷനിൽ നമ്മൾ നാസാഗ്രത്തിലുള്ള മർമ്മങ്ങളിൽ പങ്ക്ചർ ചെയ്തിട്ടാണ് മർമ്മ തെറാപ്പി ചെയ്യുന്നത്. ഡിസ്ക് ബൾജ്, പ്രധാനമായിട്ടും ഡിസ്ക് ബൾജ് നമ്മളുടെ ശരീരത്തിൽ കണ്ടുവരുന്നത് കഴുത്തിൻ്റെ ഭാഗത്ത്, അത് സെർവൈക്കൽ റീജിയനിലും ലോവർ ബാക്കിൽ ലംബാർ റീജിയനിലുമാണ്. ഈ രണ്ടവസ്ഥകളിലും ആയുർവേദത്തിൽ നല്ല ചികിത്സ ലഭ്യമാണ്. അത് പഞ്ചകർമ്മ ചികിത്സയിലൂടെയും ഉള്ളിലോട്ട് കഴിക്കുന്ന മരുന്നിലൂടെയും നമുക്ക് നല്ല റിലീഫ് കിട്ടും. അതിനോടൊപ്പം തന്നെ മർമ്മ ചികിത്സയ്ക്കും ഇതിൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഈ ഡിസ്കിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക, അത് മാനുവലായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നതിലൂടെ ഈ നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദനയ്ക്ക് ഭയങ്കര വലിയൊരു റിലീഫാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഷുഗർ, ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഉണ്ടാവുന്ന കണ്ടീഷനായ ഫ്രോസൺ ഷോൾഡർ, അതായത് നമ്മളുടെ ഷോൾഡർ പൊക്കാൻ അതിൻ്റെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് ശരിയായ രീതിയിൽ കൈ പിന്നോട്ടോ അല്ലെങ്കിൽ കൈ ഉയർത്താനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അത് സാധാരണയായി കണ്ടുവരുന്നത് ഡയബറ്റീസ് പേഷ്യൻസിൽ ഒരു ക്രോണിക് കണ്ടീഷൻസ്, അതായത് ഒരു 5-6 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിലാണ് ഇത് അധികവും കണ്ടുവരുന്നത്. അങ്ങനത്തെ കണ്ടീഷൻസിലും നമുക്ക് ഈ പറഞ്ഞ പോലെ മർമ്മ തെറാപ്പി, അലൈൻമെൻറ്റ്, ഷോൾഡറിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ റിലീഫ് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയുർവേദ ചികിത്സകളും ചെയ്യേണ്ടതാണ്.